ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു മഴക്കാല, അതായത് ഒരു മഴയത്തെ CNG ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ മഴയത്തൊക്കെ ഓട്ടോ ഓടിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു വ്യക്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏകദേശം മഴ തുടങ്ങാനായി. അപ്പോൾ ഞാനിവിടുന്ന് വണ്ടി എടുത്ത് പോകുമ്പോഴത്തേന് വലിയൊരു മഴ പെയ്താൽ ഉദാഹരണ സഹിതമായിട്ട് ആ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. പുതുതായി CNG ഓട്ടോറിക്ഷ എടുക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. എന്നാൽ പിന്നെ നല്ല അടിപൊളി ഒരു മഴ വരാൻ പോകുന്നുണ്ട്. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. എറണാകുളത്ത് 2 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് CNG ഓട്ടോറിക്ഷകൾ മഴയത്ത് ഓടിക്കുമ്പോൾ ചെറിയ ചില കംപ്ലൈൻറ്റുകൾ കണ്ടുവരുന്നു. കംപ്ലൈൻറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, എല്ലാ CNG ഓട്ടോറിക്ഷകൾക്കും ഇത് കണ്ടുവരുന്നു. മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്നത് കളമശ്ശേരി ടു കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. ഒരുവിധം നല്ല ട്രാഫിക് തന്നെയുണ്ട്. വണ്ടി ഓടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട്. വീഡിയോ എടുക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഞാൻ എൻ്റെ ക്യാമറ എൻ്റെ ഓട്ടോയുടെ ഡാഷ്ബോർഡിൽ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മഴക്കാല സമയങ്ങളിൽ ഓട്ടോയുടെ ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹെഡ് ലൈറ്റ് എന്നിവ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക. വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം പക്കയാക്കുക. സൂക്ഷിച്ച് സാവധാനം വണ്ടി ഓടിക്കുക. നല്ല സൂപ്പർ മഴയായിട്ടാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴയത്ത് എത്ര വേണമെങ്കിലും CNG വാഹനം ഓടിക്കാം. യാതൊരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. 2-3 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ഓടിച്ചാലും യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്തൊരു അടിപൊളി മഴയാണെന്ന് നോക്കിയാൽ, നല്ല സൂപ്പർ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എറണാകുളം വെള്ളത്തിനടിയിലാവുന്ന തോന്നുന്നത്. കിടിലം മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വൈപ്പർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വൈപ്പറൊക്കെ കറക്റ്റ് വർക്കിംഗ് ആയിരിക്കണം. കണ്ടോ, എൻ്റെ ഓട്ടോയുടെയൊക്കെ വൈപ്പറൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇത്ര പൊരിഞ്ഞ മഴയത്തും വൈപ്പറാണ് ഇതിൻ്റെ അകത്ത് മെയിൻ പ്രാധാന്യം. എന്തൊരു മഴ! ഇങ്ങനെ പോവുകയാണെങ്കിൽ എറണാകുളം കുളമാകാൻ സാധ്യത കാണുന്നുണ്ട്. നല്ല പൊരിഞ്ഞ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, ഡ്രൈവിംഗ് ഒക്കെ ചെയ്യാൻ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ട്. കറക്റ്റ് സൂക്ഷിച്ച് നോക്കി ഓടിച്ചില്ലെങ്കിൽ പണിയാകും. പിന്നെ പെട്ടെന്ന് ബ്രേക്കിംഗ് ഒക്കെ ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ, നമ്മുടെ എന്ന് വെച്ചാൽ 3 ചക്ര വാഹനമല്ലേ, പെട്ടെന്ന് പാളിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നല്ല സൂക്ഷിച്ചൊക്കെ ഓടിക്കുക. എത്ര വലിയ മഴ പെയ്താലും ഈ ലെവലിൽ ഇങ്ങനെ CNG ഓട്ടോറിക്ഷകൾ യാതൊരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ റോഡിലൊന്നും വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് എത്ര ദൂരം വേണമെങ്കിലും യാതൊരു പ്രയാസമില്ലാതെ ഓടിക്കാൻ പറ്റും. ചില സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ചില വെള്ളക്കെട്ടിലൂടെ പോകുമ്പോൾ ചെറിയൊരു കംപ്ലൈൻറ്റ് കാണിക്കും. അത് കംപ്ലൈൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ CNG ഓട്ടോറിക്ഷയ്ക്കും ഇത് കാണിക്കും. ഞാൻ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. വളരെ പ്രയാസപ്പെട്ടെടുത്ത വീഡിയോ ആണ്. നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് അടുത്തുള്ള വീഡിയോയിലേക്ക് പ്രചോദനം തരുന്നത്, നല്ല നല്ല വീഡിയോകൾ ഇടാൻ പ്രചോദനം തരുന്നത്. ഓക്കെ, ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. കണ്ട, എന്തായാലും പൊരിഞ്ഞ മഴ തന്നെയാണ്. അടിപ്പം മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്.
മുന്നിലെ ഓട്ടോ പോകുന്നത് നോക്കൂ. മാക്സിമ ഇസഡ്. 2 ടയർ ഭാഗങ്ങളിലെയും വെള്ളം എൻജിൻ സൈഡിലേക്ക് തെറിച്ച് ഇലക്ട്രിക് ഭാഗങ്ങളും പ്ലഗ് വയറുകളും നനയുന്നത് മൂലം ചെറിയൊരു മിസ്സിങ് കാണിക്കും. എന്ന് വെച്ചാൽ കുറച്ച് ഓടുന്നത് മൂലമല്ല, ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇതുപോലെ വെള്ളത്തിൽ ഓടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മിസ്സിങ് കാണിക്കാൻ സാധ്യതയുണ്ട്. കോമ്പാക്റ്റും ഇസഡും പോലത്തെ ഇങ്ങനത്തെ ചെറിയ വണ്ടികളാണ് അധികം ഇങ്ങനെ മിസ്സിങ് കാണിക്കുന്നത്. പിന്നെ വലിയ വണ്ടികൾക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് കാണിക്കില്ല. ഇതിനും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അത് കാണിക്കുകയുള്ളൂ. ഇങ്ങനെ മിസ്സിങ് കാണിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ധൈര്യമായി മുന്നോട്ട് ആക്സിലേറ്റർ കൊടുത്ത് പോയിക്കൊണ്ടേ ഇരിക്കുക. വെള്ളത്തിൻ്റെ ഭാഗം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ഓടിക്കഴിയുമ്പോൾ ഇഞ്ചിൻ്റെ ചൂട് കൊണ്ട് ആ പ്ലഗിലും വയറിലൊക്കെ ആയ വെള്ളം വറ്റി സാധാരണ നിലയിലാകുന്നതാണ്. ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നത് സാധാരണ ഇത്രയും വെള്ളത്തിൽ അധിക ദൂരം ഓടുമ്പോഴാണ് കേട്ടോ. പെട്ടെന്ന് കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ അതൊന്നും കാണിക്കുകയൊന്നുമില്ല. നമുക്ക് കുറേ ദൂരം ഓടുമ്പോഴാണ് ഇങ്ങനത്തെ അവസ്ഥ വരുന്നത്. ദാ വരുന്നത് ആരെന്ന് നോക്കൂ. എൻ്റെ കുഞ്ഞൻ വെള്ളത്തിലൂടെ നീന്തി തുടിച്ചാണ് വരുന്നത്. ഇത്രയും വെള്ളം കുഞ്ഞിന് പ്രശ്നമൊന്നുമല്ല. ഇതിൽ കൂടുതൽ വന്നാലാണ് പ്രശ്നമാകുന്നത്. ടയറിനൊരു മുകളിലേക്കായിട്ട് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പം അത്രയും വെള്ളമുള്ളപ്പോൾ നമ്മൾ മാക്സിമം വണ്ടി വെള്ളത്തിൽ ഇറക്കാതെ നോക്കുക. ഇറക്കേണ്ട അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ടയറിൻ്റെ മുക്കാൽ ഭാഗത്തിൻ്റെ മുകളിൽ വെള്ളം മുങ്ങിയാലുള്ള അവസ്ഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെള്ളത്തിൽ ഇറക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ എഞ്ചിൻ റൂമിൻ്റെ ഭാഗങ്ങളിലും ഇഞ്ചിൻ്റെ ഭാഗങ്ങളിലും വെള്ളം കയറി കൂടുതൽ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. വീലിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളമുണ്ട്. വെള്ളത്തിൽ ഇറക്കാതെ യാതൊരു മാർഗവുമില്ല എന്ന് കണ്ടാൽ ഒന്നും നോക്കണ്ട, നേരെ ഫസ്റ്റ് ഇടുക. വണ്ടി വെള്ളത്തിൽ നിർത്താതെ ഓഫാകാതെ കരക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും വണ്ടി വെള്ളത്തിൽ വെച്ച് ഓഫാകാൻ പാടുള്ളതല്ല. ഈ കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക. ഇങ്ങനെ വണ്ടി കരക്കെത്തിയാൽ വണ്ടിയുടെ സ്ലോ സ്പീഡ് നഷ്ടപ്പെടുന്നതാണ്. പിന്നെ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അടിച്ചടിച്ച് വണ്ടിയുടെ സ്റ്റാർട്ടറും കളയാതെ ഒരു 20 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം സ്റ്റാർട്ടാക്കി നോക്കിയാൽ സ്റ്റാർട്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ ചെറിയ മിസ്സിങ്ങുകളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ഓട്ടത്തിൽ ക്ലിയറായി വരുന്നതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് കാര്യങ്ങൾ ഒരുവിധം മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. ഓക്കേ, എന്തായാലും നല്ല സൂപ്പർ അടിപൊളി മഴയാണ് കഴിഞ്ഞത്. ഇല്ല ഷാഹിദ, മഴ എങ്ങനെയാണ് ഷാഹിദ? അടിപൊളി മഴയാണ് കഴിഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.